നമസ്തേ. വാസ്തുപുരുഷൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച ഐതിഹ്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വാസ്തുപുരുഷൻ ജന്മം കൊണ്ടത് അസുരനായിട്ടാണ്. മറ്റസുരന്മാരെ പോലെ വാസ്തുവും ബ്രഹ്മാവിനെ തപസ് ചെയ്ത് നിരവധി വരങ്ങൾ നേടി. വരബലത്താൽ ശക്തനായി തീർന്ന വാസ്തു ദേവന്മാർക്കെതിരെ തിരിഞ്ഞു. കായബലം കൊണ്ട് ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെ വാസ്തു നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ പരാക്രമണത്തിൽ പൊറുതിമുട്ടി ദേവന്മാർ ഗത്യന്തമില്ലാതെ ബ്രഹ്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു. അജയ്യനായ വാസ്തുവിനെ നശിപ്പിക്കുവാൻ ബ്രഹ്മാവ് ദേവന്മാർക്ക് ഒരു തന്ത്രം ഉപദേശിച്ചു. വാസ്തുവുമായി യുദ്ധം ചെയ്യുക, ഏറ്റുമുട്ടലിൽ വാസ്തുവിനെ ഭൂമിയിലേക്ക് തള്ളിയിടുക. അവിടെ കിടന്ന് പരാക്രമണം കാട്ടുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കാല് നിര്യതി കോണിലും തല ഈശാന കോണിലും വരുന്ന സന്ദർഭത്തിൽ ദേവന്മാർ വാസ്തുവിൻ്റെ ഓരോ അവയവത്തിലും കയറിയിരിക്കുക. അതോടെ അവൻ്റെ കഥ കഴിയും. അങ്ങനെയിരിക്കെ ഒരിക്കൽ വാസ്തുപുരുഷനുമായി യുദ്ധം നടക്കുന്നതിനിടയിൽ ദേവന്മാർ അവനെ തന്ത്രപൂർവം ഭൂമിയിലേക്ക് തള്ളിയിട്ടു. ഭൂമിയിൽ പതിച്ച വാസ്തു അവിടെ കിടന്നുകൊണ്ട് പരാക്രമണങ്ങൾ കാട്ടാൻ തുടങ്ങി. ഭൂമിയിൽ കിടന്ന് പരാക്രമണം കാട്ടുന്നതിനിടെ ഒരു ദിവസം വാസ്തു മലർന്നു വീണു. തല ഈശാന കോണിലും കാല് നിര്യതി കോണിലുമായി വന്നു. ദേവന്മാർ അവൻ്റെ മുകളിലേക്ക് ചാടി വീണു. ഓരോ അവയവങ്ങളിലായി ഇരിപ്പുറപ്പിച്ചു. അതോടെ വാസ്തുവിൻ്റെ ഗർവടങ്ങി. ഈശാന നിര്യതി കോണിലായി അനങ്ങാതെ മലർന്നു കിടപ്പായി.